ഈ കാണുന്നതാണ് തിരുപ്പതി കളക്ടറേറ്റ് ഓഫീസ്. മനോഹരമായിട്ടുള്ള ഒരു കോട്ടയെ പോലെയാണ് കളക്ടർ ഓഫീസിൻ്റെ കിടപ്പ് വശങ്ങളൊക്കെ. അതുപോലത്തെ ഒരു വലിയ ബിൽഡിങ്ങാണ് കളക്ടർ ഓഫീസ്. വളരെയധികം ലുക്കോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നിട്ട് നോക്കൂ, യജാതി ലുക്ക ബിൽഡിങ്ങുകളൊക്കെ, കലാരൂപങ്ങളും മറ്റൊക്കെ അതിൻ്റെ ഇതിൽ ഇങ്ങനെ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ? തിരുപ്പതി ടൗണിലാണ് നമ്മളുള്ളത്. യജാതി ലുക്ക നോക്കുകയാണെങ്കിൽ ഈ പാലങ്ങളൊക്കെ വളരെ ഹൈടെക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡുക്കും പൊള്ളി ലെവല്. തീർന്നില്ല കേട്ടാ, കണ്ടമാനതാ. പില്ലറുകളൊക്കെ എന്തോ രസിച്ചിട്ടാ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ട്. എനിക്ക് തോന്നണേ കൂടുതലും ഇവിടെ മറ്റേ ഇവരൊക്കെ വരുന്നതുകൊണ്ടാവും, പുറത്തുനിന്നുള്ള ആൾക്കാർ വിസിറ്റേഴ്സൊക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഈ ടൗൺ ഇങ്ങനെ മനോഹരമാക്കി എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് രണ്ടായി തിരിഞ്ഞു പോകുന്ന റോഡ് കേട്ടോ. യജാതി ലുക്കാണ്. ഞാൻ നോക്കണം നിങ്ങൾ, നമ്മൾ കേരളം അതാണിതാന്നൊക്കെ പറയും. ഇത്രയും നല്ല റോഡോ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ കേരളത്തിലുണ്ടെന്നുള്ളത് കണ്ടിട്ടില്ല കേട്ടോ. ഈ ഫില്ലറുകളൊക്കെ എന്തുമാത്രം ക്ലീനിലും വൃത്തിയിലുമാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പാലത്തിൻ്റെ ഒരു ജംഗ്ഷനാണ് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടി മേലെ റൗണ്ട് അടിച്ച് പോകണ ആ ഒരു സർക്കിൾ കാര്യങ്ങളൊക്കെ, ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മേലെ കറക്റ്റ് റൗണ്ടിൽ കറക്റ്റ് സ്കെച്ചിങ് കേട്ടോ. ആ ഭാഗത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ഇത് റോഡാണ് കേട്ടോ, മറ്റേ ഇതല്ല, മെട്രോ ഒന്നല്ല. ഇജാതി റോഡ് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. അവിടെ നോക്കുകയാണ് നിങ്ങൾ, ഇജാതി ലുക്കാണെന്നുള്ളത്. ലാൻഡ് സ്മാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പാലം തന്നെയാണ് വേറെ ലെവല്. ഓ, അവിടെ ഇങ്ങനെ ആയിട്ട് ഒരു ഫ്ലാഗൊക്കെ പാർന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പൊളി. അവിടെ നോക്കുകയാണ് നിങ്ങൾ, എന്തായാലേ ഒരു വ്യൂ തന്നെ വേറെ ലെവല്. യജാതി ലുക്കടോ ഈ പാലം. ഇവിടുന്ന് രണ്ടായി തിരിയണേ. ഇതാണ് APRTC തിരുപ്പതി കേട്ടോ. പാലത്തിൻ്റെ മേലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. കണ്ടോക്കാണേ, നമുക്ക് അടി കൂടെ തന്നെ പോവാം. അതിൻ്റെ ആ ലുക്ക് കാണണം. മേലെക്കൂടി പോയാൽ ആ ലുക്ക് കിട്ടില്ല. ഒരുപാട് ഫ്ലവറുകളുടെ ഒരു അലങ്കാര വൈവിധ്യങ്ങളൊക്കെ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള പാലങ്ങൾ. തിരുപ്പതി വേറെ ലെവലാണ് കേട്ടോ. പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പാലങ്ങൾ അവസാനിക്കണില്ല കേട്ടോ. പാലത്തിൻ്റെ നാട് എന്ന് വേണമെങ്കിൽ തിരുപ്പതിയെ വിശേഷിപ്പിക്കാം. മനോഹരമായിട്ടുള്ള ഒരുപാട് ഏരിയയിലാണ് ഇപ്പോൾ ഈ പാലം ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഒരു സ്ട്രെച്ചിങ് ആണ് വളരെ രസകരമായിട്ടുള്ളത്. യജാതി ലുക്കല്ലേ. ഫുള്ള് ഈ പൊട്ടിൻ്റെ ഇതുണ്ട് കേട്ടോ. എല്ലാ പാലത്തും ഈ പൊട്ടിൻ്റെ ഒരു രൂപം ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ലെൻസ് കാർട്ട് ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കണ്ടമാനം ജീപ്പുകളുണ്ട്. നമുക്കൊരു ഈക്കോ എടുക്കണം. നല്ല സൗകര്യമാണ്. മാലിക്കിന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ടേ ഒരു ഈക്കോ ആക്കണം. വിവിധതരം ചിത്രശില്പങ്ങളൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളൊരു പാലം. ഇനി ഇവിടുത്തെ ടൗണിൻ്റെ വിവിധതരം ഭാഗങ്ങളിലേക്ക് പോയാൽ അറിയാം എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത്. വരും ദിവസങ്ങളിൽ നോക്കാം. പാലത്തിൻ്റെ തുടക്ക ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന മലമുകളിലൊക്കെ ആയിട്ടാണ് തിരുപ്പതി ക്ഷേത്രം വരിക. അവിടേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ആയിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. യജാതി ലുക്കോടോ. അവിടെ നോക്കെ തിരുപ്പതി ടൗണിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കവാടം വരുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇതാ ഒരു കവാടം വരുന്നത്. എല്ലായിടത്തും ഇങ്ങനെയുള്ള കവാടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മലൻ്റെ മേലുള്ള റോഡാണ് കേട്ടോ വേറെ ലെവല്. നോക്കുകയാണെങ്കിൽ യജാതി ലുക്ക് വെച്ചിട്ട് മലന്നെ വേറെ ലെവല്. പിന്നെ അതിൻ്റെ ആ റോഡും കാര്യങ്ങളും, ആ റോഡ് പ്രത്യേക തരം വൈറ്റ് നിറത്തിൽ ഇങ്ങനെ കൊടുത്തിക്കുക. ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. കണ്ണാണി വളഞ്ഞു തിരിഞ്ഞ് പോകുന്നുണ്ട് റോഡ്.
പൊള്ളി ലെവല്, പൊള്ളി സ്ഥലം കേട്ടോ. എൻ്റെ പൊന്നോ, എച്ചാതി ലുക്ക് വെച്ചിട്ടാ. ടൗണൊക്കെ വേറെ ലെവല്, ഹൈജീനിക് ആയിട്ടുള്ള ടൗണ് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഒരു ടോൾ പാസ് വരുന്നുണ്ട്, ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള സൂചന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇവിടേക്ക് പോണ ഒരു RTC ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നത്. ഈ തിരുവണ്ണാമല ഭാഗത്തേക്ക് കയറി പോണേ ബസ് സ്റ്റോപ്പ്, ഇവിടുന്ന് ബസ് നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് തോന്നുന്നത്. ഒരു കവാടം കണ്ടില്ലേ. ഒരു ടെമ്പിൾ സിറ്റി ആയിട്ട് നമുക്ക് വിലയിരുത്താം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ടൗണ് ഞാൻ അന്ന് അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അന്ന് വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം പോവുകയാണ് ചെയ്തത്. ഇന്ന് ഇറങ്ങി നോക്കിയപ്പോൾ വേറെ ലെവലാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കൂടി. അവിടെ വലിയൊരു കവാടം വരുന്നത്. എൻ്റെ പൊന്നോ, എച്ചാതി ലുക്കാണ് വെച്ചിട്ടാ. അങ്ങോട്ട് നോക്കാൻ നിങ്ങൾ, പൊള്ളി ലുക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് തിരുവണ്ണാമല ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു ഏരിയയാണിത്. താഴത്തൊരു ക്ഷേത്രം വരുന്നുണ്ട്, മേലെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എയർപോർട്ടിലെ ചെക്കിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ കടന്നിട്ട് വേണം പോകാൻ. ഈ കവാടം തന്നെ കണ്ടില്ലേ,